ഇണങ്ങിക്കഴിഞ്ഞ പുള്ളി മാൻപേടയാ, ഇടഞ്ഞ തനി സിംഹമാടാ, സിംഹം. അതാണ് രംഗണ്ണൻ. മനസ്സ് ഹാപ്പി അല്ലേ? അയ്യോ, ഞങ്ങള് ഭയങ്കര ഹാപ്പിയാ. ഇത് ചോദിച്ചു വാങ്ങിച്ച എൻട്രിയാ. മോനെ പേടിക്കണ്ട, ഞാൻ അച്ഛനെ വരെ മോനെ വിളിക്കണേ. എല്ലാരും ഹാപ്പി അല്ലേ? രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞ കാണിക്കും. എന്നാലും അത് എന്തായിരിക്കും പുള്ളി കാണിക്കാന്ന് പറഞ്ഞത്? ഞാൻ കാണിച്ചുതരാം. എടാ മോനെ, എന്താ നിന്റെ നാടകത്തിന്റെ പേര്? അന്തിക്ക് പൂക്കുന്ന ചമ്മാനം. എന്താണ്? ശ്രദ്ധിച്ച് കേക്കമ്പാണേ. ചന്തിക്ക് തേക്കണ കുമ്മായം. നല്ല പേര്, നല്ല പേര്. അയ്യോ, ചായല്ല, അന്തിക്ക് പൂക്കുന്ന ചമ്മാനം. അണ്ണാ ഷലൈ, അതെ അണ്ണനൊരു ആഗ്രഹമുണ്ട്. അങ്ങനത്തെ ഒരു പരിപാടി നടക്കൂല. ഷീസ് മൈൻ. എനക്ക് തന്നെ വിശ്വാസമുള്ള. അല്ലല്ലോ, എനക്ക് വേണ്ട. എനിക്ക് അങ്ങനെ ഒരു വീക്ക്നെസ്സും ഇല്ല. അമ്മാനെ ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ? ശ്രദ്ധിക്കുന്നുണ്ടണ്ണ. പിന്നെ അണ്ണൻ ഈ നാടകത്തിൽ ചെറിയൊരു വേഷം കൊടുക്കൂ. അമ്പാനെ ചെറുതല്ല. അതെ അതെ അതെ, നായകന് തുല്യമായൊരു വേഷം. അല്ല, അതിന് അണ്ണൻ അഭിനയിക്കാനൊക്കെ അറിയോ? അതറിഞ്ഞിട്ടാണ് ഇവ ആഴ്ച പടം ഇറക്കുന്നത് ചോദിക്കണ. അതിന് ആഴ്ചയില്ലായിരുന്നല്ലോ. ഇവനെ ഞാനൊന്ന് കൊല്ലും. നിങ്ങൾക്കറിയില്ല, അഭിനയത്തിന്റെ കാര്യത്തിലേ അണ്ണം വേറെ ലെവലാ. നല്ല സെറ്റപ്പായിട്ട് അഭിനയിക്കും. എന്നാൽ ഈ രംഗണ്ണൻ എങ്ങനെ ഇത്ര സെറ്റപ്പായിട്ട് അഭിനയിക്കാൻ പഠിച്ചത്? അണ്ണം പണ്ട് ആക്ടിംഗ് വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു. ഞാനറിയാത്ത ആക്ടിംഗ് അല്ലേ ഏത് വർക്ക്ഷോപ്പ്? ആക്ടിംഗിലല്ല, ആക്ടിംഗ്, അഭിനയത്തിന്റെ വർക്ക്ഷോപ്പ്. അങ്ങനെ ആ കാലത്ത് ഒരു നാടകത്തിൽ അണ്ണനൊരു വേഷം കിട്ടി. അണ്ണൻ ആ വേഷം ചെയ്തോണ്ടിരിക്കുമ്പോ സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് ഒരുത്തൻ കൂവലോട് കൂവൽ. ഉടനെ അണ്ണൻ സ്റ്റേജിന്റെ പുറത്തേക്ക് ചാടി ആൾക്കാരുടെ പുറത്ത് ചവിട്ടി 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 അവനെ കുത്തി 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 ആ ദേഷ്യം കൂടി തീർത്ത്. പിന്നെ ഒരൊറ്റ എണ്ണം കൂവിയിട്ടില്ല അവിടെ. എന്നാ പിന്നെ അണ്ണനെ നമ്മുടെ കൂടെ കൂട്ടിയാലോ? അപ്പൊ പിന്നെ ഒറ്റ ഒരെണ്ണം കൂവത്തില്ലല്ലോ. എല്ലാരും ഇഞ്ഞു വന്നേ. അണ്ണാ, നിങ്ങൾ വരാൻ പാടില്ല. നിങ്ങൾ നായകനാണ്. നമ്മളുമായിട്ട് അത്ര മിങ്കിൾ ചെയ്യാൻ പാടില്ല. അവിടെ നിന്നു. ഓ, നായകന്മാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? അമ്പാനെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കണ്ട, ഞാൻ നായകനല്ലേ. അവർ ചർച്ച ചെയ്യട്ടെ, നമ്മൾ മിങ്കിൾ ചെയ്യണ്ട. മാറി നിൽക്ക്. നീ എന്ത് കണ്ടിട്ടാ പുള്ളിയെ നാടകത്തിൽ ചേർക്കാൻ പറയുന്നത്? ഇയാള് സ്റ്റേജിൽ കയറി ഡയലോഗ് പറഞ്ഞ പുള്ളിയുടെ ഭാഷ ആർക്കെങ്കിലും മനസ്സിലാവൂ? നമ്മൾ മുനിയുടെ വേഷം കൊടുക്കാവുന്ന വെച്ചോ. സ്റ്റേജിൽ കയറിയിട്ട് എല്ലാരും മോനെ മോനെ ഹാപ്പിയല്ലേ ഹാപ്പിയല്ലേ എന്ന് പറഞ്ഞ നാടകം പൊളിയത്തില്ലടാ. അയ്യോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാശ് കൊടുക്കാനുള്ളത് കൊണ്ട് വെറുപ്പിക്കാനും പറ്റില്ല. നൈസായിട്ട് ഒഴിവാക്കാനുള്ള ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. പുള്ളിയെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. നാടകത്തിൽ അഭിനയിക്കണ്ടേ, ഓട്ടെ മോനെ, എല്ലാരും ഹാപ്പിയല്ലേ. അതെങ്ങനെയാന്നൊന്ന് പറയേട്ടാ. തോക്കി കയറി വെടിവെക്കണ്ട, ഞാൻ കാണിച്ചു.